നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 7 ചക്രാസ് ബ്ലോക്ക് ആവുന്നതിന് ഒരു കാരണമാണ് നമ്മുടെ ഇമോഷൻസ്. സോ ഓരോ ചക്രാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ഷാഡോ വർക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷാഡോ വർക്കിൽ ആ വീഡിയോയിൽ എനിക്കൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്ത് കളയാന്നുള്ളത്. ഈ സങ്കടം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനാണ്. സോ സങ്കടം മാത്രമല്ല, പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ നമ്മുടെ 7 ചക്രങ്ങളുമായിട്ട് കണക്റ്റഡാണ്. സോ നമുക്ക് ഏതൊക്കെ ചക്രാസിലാണോ ബ്ലോക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ചക്ര ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒരു കാരണമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഓരോ ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷാഡോ വർക്കിലൂടെ, അതായത് ഞാൻ ആ പറഞ്ഞ ഷാഡോ നമുക്ക് ഡെയിലി നമ്മൾ സ്വയം വിചാരിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണോ ഉള്ളത് എന്ന് നിങ്ങൾക്കാണ് അറിയുക. സോ ഈ പറയുന്ന ഇമോഷൻസ് നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചക്ര നിങ്ങൾക്ക് ബ്ലോക്കായിരിക്കും, ആ ചക്ര കുറച്ച് നന്നായിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ആ ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബീജമന്ത്രങ്ങളും മറ്റും കുറച്ച് ടൈം അധികം ഉരുവിടുക. ഇനി ഹീലിംഗ് പഠിച്ച ആളുകളാണെങ്കിൽ, റേക്കിയൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ചക്രയിലേക്ക് കുറച്ചധികം റേക്കി എനർജി കൊടുക്കുക. അതനുസരിച്ചിട്ട് അവിടെ മാറ്റങ്ങൾ വരുന്നതാണ്. വെറുതെ നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടോ ബീജമന്ത്രങ്ങൾ ഉരുവിട്ടത് കൊണ്ടോ മാത്രം ബ്ലോക്ക് മാറണം എന്നില്ല. അതും കൂടെ ഞാൻ എടുത്തു പറയാം. കാരണം നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് എനർജി കൊടുക്കുന്നു, മറ്റേ ഭാഗത്ത് വീണ്ടും നിങ്ങൾ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനെക്കൊണ്ട് കാര്യമില്ല. രണ്ടും, അതായത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഹീലിങ്ങും ബീജമന്ത്രങ്ങളൊക്കെ ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചക്രയിലുള്ള ബ്ലോക്ക് മാറുകയും ആ ചക്രയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂട്ട് ചക്ര പറയാം. ഭയങ്ങൾ, പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളും റൂട്ട് ചക്ര ബ്ലോക്ക് ചെയ്യാനൊരു കാരണമായിട്ട് മാറും. അതായത് പേടി എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഫോബിയാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് ഇൻസെക്ട്സിനെ പേടിയായിരിക്കും, ഈ വണ്ട്, പാറ്റ, അങ്ങനത്തെ സാധനങ്ങൾ, അതിനൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ചില ആളുകൾക്ക് കളേഴ്സിനെ പേടിയാണ്. കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ് കളർ കാണുമ്പോൾ അനാവശ്യമായൊരു ഭയം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലാക്ക് മീൻസ് വയലറ്റ്, ബ്ലാക്ക് കളറ്, അങ്ങനെ ഏതെങ്കിലും ഒരു കളർ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കളേഴ്സ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിനെ നമ്മൾ ഭയക്കുക. പെർട്ടിക്കുലർ ടൈം, അതായത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അനാവശ്യമായ ഭയം. അതുപോലെ ചില ശബ്ദങ്ങളെ ഭയക്കാം, ചില വ്യക്തികളോടുള്ള പേടി, ചില സ്ഥലങ്ങളോടുള്ള പേടി. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഭയം ഉണ്ടാവാം. ഇനി ഇതൊന്നും അല്ലാണ്ട് അകാരണമായ ഭയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനോടും പേടി, അവർക്ക് എല്ലാത്തിനോടും പേടിയായിരിക്കും. ഒരാളോട് സംസാരിക്കാൻ പേടി, ഒരാളുടെ അടുത്ത് നിൽക്കാൻ പേടി. ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായ ഭയം നമ്മുടെ റൂട്ട് ചക്രയെ ബ്ലോക്ക് ആക്കാനൊരു കാരണമാണ്. സോ ഏത് കാര്യമാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെ നിങ്ങളെടുത്ത് കളയുക.
ഈ ഒരു വീഡിയോയിൽ ഞാൻ ചക്രാസും ഇമോഷൻസും തമ്മിലുള്ള കണക്ഷനേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുന്നത് എന്നതിനെ പറ്റി പറഞ്ഞു തരാം. സോ റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫിയറാണ്, പലതരത്തിലുള്ള ഭയങ്ങൾ. നെക്സ്റ്റ് സാക്രൽ ചക്ര. സാക്രൽ ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, സാക്രൽ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് ഇമോഷൻസിൻ്റെ ഒരു സെൻറ്ററാണ് സാക്രൽ ചക്ര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും സാക്രൽ ചക്രയുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ നെഗറ്റീവ് ഇമോഷൻസ് എടുത്ത് പറയുമ്പം ഗിൽട്ട്, അതായത് കുറ്റബോധം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി, നിങ്ങളിപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ചെയ്ത് കഴിഞ്ഞതിനെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലെ അതിനെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് പാസ്റ്റാണ്. കഴിഞ്ഞത് തന്നെയാണ്. നമുക്ക് ആ സമയത്തെ, ആ കാലത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും പറയുന്നത്, ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസാണ്. ആ സമയത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു പോവുക അല്ലെങ്കിൽ പറഞ്ഞു പോവുക, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗിൽട്ട് ഇങ്ങനെ മൈൻഡിൽ പേറി നടക്കുന്ന സമയത്ത് അത് നമ്മുടെ സാക്രൽ ചക്രയെ ബ്ലോക്കാക്കാൻ വലിയൊരു കാരണമാണ്. സാക്രൽ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഉയർച്ചയുടെ പിന്നിലും അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ചക്രയാണ്. അതായത് ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചക്രയാണ് സാക്രൽ ചക്ര എന്ന് പറയുന്നത്. എന്തിനേയും ഉണർത്താൻ കഴിവുള്ള ഒരു എനർജി, എന്തിനേയും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു എനർജിയാണ് സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത്. ഈ സെക്ഷുവൽ എനർജിയുടെ കേന്ദ്രമാണ് സാക്രൽ ചക്ര എന്ന് പറയുന്നത്. സോ ആ ചക്ര ബ്ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ്, പ്ലഷർ, ജോയ്ഫുൾ ഇതൊന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടേതായ പല കഴിവുകളുണ്ടാവും, ഇതൊന്നും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതെന്താണോ അതിൽ നിന്നും നിങ്ങൾക്കൊരു വരുമാനമോ അല്ലെങ്കിൽ പേര്, പ്രശസ്തി ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ ജീവിതത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഉയർച്ചകളിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ചക്രയാണ് സാക്രൽ ചക്ര. സോ അത് ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലോക്കാവും. സോ എന്തെങ്കിലും കുറ്റബോധങ്ങൾ, അത്തരത്തിലുള്ളൊരു ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? റിലീസ് ചെയ്ത് ഒഴിവാക്കി കളയുക. കാരണം ഇതൊന്നും നമ്മുടെ ലൈഫിൽ, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സോളിന് ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാനില്ല. പകരം നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട് താനും. സോ അത് ശ്രദ്ധിക്കാം. മൂന്നാമത്തതാണ് സോളാർ പ്ലക്സസ് ചക്ര. സോളാർ പ്ലക്സസ് ചക്രയുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് ഷെയിമാണ്. ഷെയിം എന്ന് പറയുമ്പോൾ നാണം എന്ന് വേണേൽ നമുക്ക് എടുക്കാം. നാണം, അതുപോലെ തന്നെ മടി. അത് ഒരു ഷെയിം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും. അതായത് അനാവശ്യമായ ഒരു ഷെയിം ഫീലിംഗ്. നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിന് മടി, ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മടി, എന്ത് കാര്യം പ്രസൻറ്റ് ചെയ്യാൻ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്നൊരവസ്ഥ. ഇത് നമ്മുടെ വർക്ക് സ്പേസിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കൊള്ളട്ടെ, ഈ ഒരു ഷെയിം എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ സക്സസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് സോളാർ പ്ലക്സസ് ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇതിനെയെല്ലാം പിടിച്ചു നിർത്തും. ഒരു തരത്തിലുള്ള ഉയർച്ചയും നമുക്ക് കിട്ടത്തില്ല. സോ ഇങ്ങനെയുള്ള ഇമോഷൻസിനെയും നമ്മൾ റിലീസ് ചെയ്യുക. ദെൻ നാലാമത്തതാണ് ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് സങ്കടമാണ്.
സങ്കടം എന്ന് പറയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള സങ്കടം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെടുക. ചില ആളുകളുണ്ട് വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടുക. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലോചിച്ച് സങ്കടപ്പെടുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം, അത് നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കണതാണ്. നിങ്ങളപ്പോൾ ചെയ്യുന്നത് ഒരു ബാഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വളരെ മോശമായൊരു സിറ്റുവേഷനെ നിങ്ങളവിടെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സങ്കടപ്പെടുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും? നിങ്ങൾ എന്താണോ ആലോചിച്ച് വെച്ച് സങ്കടപ്പെട്ടിട്ടുള്ളത് ദ സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. സോ അനാവശ്യമായ സങ്കടങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായ വറീസ് ഒന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളെടുത്ത് പ്രസൻറ്റ് ലൈഫിലിരിക്കാനും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാനും പറയുന്നത്. അനാവശ്യമായ സങ്കടങ്ങൾ അതിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമായിട്ട് തന്നെ മാറുകയാണ് അത് ഡിപ്രഷൻ എന്നുള്ളത്. അത് സങ്കടത്തിൻ്റെ പീക്ക് സ്റ്റേജാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ അനാവശ്യമായ സങ്കടങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ദെൻ ത്രോട്ട് ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നെഗറ്റീവ് ഇമോഷനാണ് ലൈസ്, അതായത് കള്ളം പറയുക. കള്ളം പറയുക എന്ന് പറയുന്ന ഒരു ഇമോഷൻ, അത് എന്ത് ചെയ്യുമ്പോഴും അതിനെ ഒന്നുകിൽ അതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ എന്തോ ഒരു കാര്യത്തിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, സത്യം എന്നാലും പുറത്തു വരും. പക്ഷെ നമ്മൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്കാവും. നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കൂടെ കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്തോ ഒരു കാര്യം ഒന്നുകിൽ നിങ്ങളുടെ അടുത്തു നിന്നും ഹൈഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏതോ ഒരു മൊമെൻറ്റിൽ ഈ സംഭവം പൊളിയും. ഈ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഗിൽട്ട് ഉണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ പോലെ സങ്കടം ഉണ്ടാവും. ഈ പറഞ്ഞു പോയ സംഭവവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. സോ മാക്സിമം ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ അടുത്തത് 6ാമത്തെ ചക്ര തേർഡ് ഐ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. ഇല്യൂഷൻ അതായത് മായ. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വിചാരിച്ച് അതും അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേ ബി അതൊരു വിഷ്വലൈസേഷനും കൂടെ ആവാം. അതായത് ഉണ്ട് എന്ന് വിചാരിച്ച് വിഷ്വലൈസ് ചെയ്തിട്ടത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഇല്യൂഷൻ നിങ്ങളെ അനാവശ്യമായ ഭയത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമാണ്. അവിടെ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ടൈം കളയുന്നതിന് വലിയൊരു മേജർ പങ്ക് ഈ ഇല്യൂഷൻ കൊണ്ടുപോകും. നമ്മുടെ ടൈം കളയുന്നത്, അതായത് നമ്മൾ പറയില്ലേ പകൽ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ എന്ന് പലരിലും ഉണ്ട്. വെറുതെ ആലോചിച്ചത് അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇതിങ്ങനെയാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി അവസാനം ഒന്നും ഉണ്ടാകത്തില്ല. ആ സമയം പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. സോ ഇല്യൂഷൻ അതൊരു നെഗറ്റീവ് ഇമോഷനാണ്. അതിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. ദെൻ ക്രൗൺ ചക്രയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് ഈഗോ ആണ്. ഈഗോ എന്ന് പറയുമ്പോൾ ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അപ്പുറത്തെ സൈഡിലുള്ള ആൾ പ്രതികരിക്കണം എന്നില്ല. അവിടെ നമുക്ക് ഈഗോ വരാം. അതുപോലെ തന്നെ അവരൊരു കാര്യം നമ്മളടുത്ത് പറയണം, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു ആൾ നമ്മളടുത്തൊരു കാര്യം നമുക്കത് ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈഗോ ഉണ്ട്. സോ എന്താണോ നമുക്ക് പറയാനുള്ളത് നമ്മൾ തുറന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതിരിക്കുക. സോ
ഇതാണ് ക്രൗൺ ചക്രയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമ്മൾ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് അല്ല. കുറച്ച് ടൈം എടുക്കും, സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിൽ നിന്നും 100% നമുക്കിത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയും ഹൈ സ്പിരിച്വലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സാധ്യമാകത്തുള്ളൂ. പക്ഷേ ഒരു പരിധി വരെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒഴിവാക്കുന്നതോടുകൂടി നമ്മിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനും നമ്മുടെ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടാനും നമ്മുടെ ചക്രാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പല ബ്ലെസ്സിങ്സും നമ്മിലേക്ക് വരാനും ഒരു വഴി തെളിക്കും. സോ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്നായി വരട്ടെ. താങ്ക് യു.